നമുക്കറിയാം, വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കാൻ നമുക്ക് അവകാശം ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? അപ്പം അതേക്കുറിച്ച് നമ്മളിപ്പോഴും ഘോരഘോരം പ്രസംഗിക്കാറുണ്ട്. പണ്ട് നമുക്ക് വേദം പഠിക്കാനായിട്ട് അവകാശം ഇല്ലായിരുന്നു, അത് കേട്ടാൽ വലിയ കുഴപ്പം സംഭവിക്കായിരുന്നു എന്നൊക്കെ പറയും. ഇന്ന് നമുക്കതിന് അവകാശമുണ്ട് അല്ലേ? അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിട്ട് നമ്മളിൽ എത്ര പേര് പഠിക്കുന്നുണ്ട്? ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊന്നും ആളുകൾക്ക് ഒരു ആധ്യാത്മികതയുടെ ചുവയോടുകൂടി മാത്രം പറഞ്ഞു തന്നാൽ സാധാരണക്കാരന് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഋഷിമാർ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ നമുക്ക് ഒരു കഥയുടെ രൂപത്തിൽ ആണ് നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്നവരാണ് അല്ലേ? സാധാരണഗതിയിൽ നമുക്കറിയാവുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെയാണ്, രാമായണം, ഭാഗവതം. അപ്പോൾ രാമായണം നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ വായിച്ച് തീർത്തതാണ് അല്ലേ, രാമായണം. അപ്പോൾ ഈ രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥം എങ്ങനെയാണ് തുടങ്ങുന്നത്? സീതയുടെയും രാമൻ്റെയും കഥ പറഞ്ഞുകൊണ്ടാണോ തുടങ്ങുന്നത്? ആണോ? അല്ല. അപ്പോൾ രാമായണം എന്ന് പറയുന്ന കഥ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ക്യാൻവാസ് ആദ്യം തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ? അവിടെ എന്താണ്, എങ്ങനെയാണ് തുടങ്ങുന്നത്? ഉമാമഹേശ്വര സംവാദം എന്നുള്ള തലക്കെട്ടോട് കൂടിയിട്ടാണ് രാമായണം ആരംഭിക്കുന്നത്. അമ്മൂമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ അറിയാം അല്ലേ? കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ബാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം എന്ന് പറഞ്ഞിട്ട് കൈലാസത്തെ വർണ്ണിച്ചിട്ട് അവിടെ മഹേശ്വരനും ഉമാദേവിയും ഇരിക്കുന്നു. അങ്ങനെ ഉമാദേവി അല്ലെങ്കിൽ പാർവതി ദേവി മഹേശ്വരനോട് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം എന്ന വണ്ണം മഹേശ്വരൻ ദേവിക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് രാമായണം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഭാഗവതവും അങ്ങനെ തന്നെ. ഇനി വേദങ്ങളിലേക്കോ ഉപനിഷത്തുകളിലേക്കോ ഒക്കെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അവയൊക്കെയും ഇതുപോലെ തന്നെ ഒരു ചിത്രം സാധാരണക്കാരൻ്റെ ഉള്ളിൽ, അത് വായിക്കുന്നവൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത് ഒരു കഥയുടെ രൂപത്തിലാണ് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നമുക്ക് അവതരിപ്പിച്ച് നൽകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തത്വമസി എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത് മഹാവാക്യം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് കൊണ്ടാണ് അതിനെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞത് അല്ലേ? ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്ന തത്വമസി എന്ന മഹാവാക്യം ഒരു ഉപനിഷത്ത് മഹാവാക്യമാണ്. ആ ഉപനിഷത്ത് മഹാവാക്യം എടുത്തിട്ടുള്ളത് ചാന്തോഗ്യ ഉപനിഷത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ചാന്തോഗ്യ ഉപനിഷത്ത് നമുക്ക് ഋഷിവര്യൻ അവതരിപ്പിച്ച് നൽകുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഒരു കഥയുടെ ഒരു പശ്ചാത്തലം അതിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നുണ്ട്. ഉദ്ദാലകൻ എന്ന് പറയുന്ന മഹർഷി, ആ മഹർഷിയുടെ മകനാണ് ശ്വേതകേതു. ഇവർ രണ്ടുപേരുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. അപ്പോൾ ശ്വേതകേതു ഉദ്ദാലക മഹർഷിയുടെ മകനാണ്. അപ്പോൾ ശ്വേതകേതുവിനെ വളരെ വാത്സല്യത്തോടു കൂടി അച്ഛൻ വളർത്തി അവന് വിദ്യാരംഭമൊക്കെ കുറിച്ച്. അപ്പോൾ അന്ന് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം അവനെ പഠനത്തിനായിട്ട് ഗുരുകുലത്തിലേക്ക് അയക്കുന്നു. ഗുരുകുലത്തിൽ ചെന്ന് വിദ്യയൊക്കെ പഠിച്ച് അഭ്യസിച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു യുവാവായിട്ടാണ് അവൻ തിരിച്ചു വരുന്നത്. അപ്പോൾ അവൻ എന്തൊക്കെയോ പഠിച്ചു എന്നുള്ളൊരു അഹങ്കാരം അവൻ്റെ മുഖത്ത് തന്നെ മഹർഷിക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മഹർഷിയോട് ഈ മകൻ പറയുകയാണ്, അച്ഛൻ എന്ത് കാര്യത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചാലും ഉത്തരം നൽകുവാനായിട്ടുള്ള പ്രാപ്തി എനിക്ക് ഇന്നുണ്ടെന്ന് പറയുമ്പോൾ മഹർഷി പറയുന്നു, മകനെ, നീ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യാതൊന്നിനെക്കുറിച്ച് പഠിച്ചാൽ നീ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച് മുഴുവൻ പഠിക്കുമോ? ആ തത്വത്തെക്കുറിച്ച് നിൻ്റെ ഗുരു നിനക്ക് പറഞ്ഞു തന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്വേതകേതു ചോദിക്കുന്നു, അത് എന്താണ്? അപ്പോൾ പറയുന്നു, ഈശ്വരനാണ്. അപ്പോൾ അതാരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നതാണ് ഉദ്ദാലക മഹർഷി പറയുന്ന മറുപടി ആയിട്ടാണ് തത്വമസി എന്ന് പറയുന്നത്. തത്ത് എന്ന് പറഞ്ഞാൽ അത്, ത്വം എന്ന് പറഞ്ഞാൽ നീ, അസി എന്ന് പറഞ്ഞാൽ ആകുന്നു, അത് നീ ആകുന്നു. പിന്നെ അതെങ്ങനെ നീ ആകും, അല്ലെങ്കിൽ ഈശ്വരൻ എങ്ങനെയാണ് നീ ആയിട്ട് മാറുന്നത് എന്നുള്ളതിന് ഉദാഹരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന ഉപനിഷത്താണ് ചാന്തോഗ്യ ഉപനിഷത്ത്. എന്ന് പറയുന്നത് പോലെ തന്നെ അതേ രീതിയിൽ അതേ രൂപത്തിൽ തന്നെ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ 10 സർഗങ്ങളാണുള്ളത്. അപ്പം അതിലെ ഒന്നാമത്തെ സർഗത്തിൽ പറയുന്നത് വർക്കല വർണ്ണന, ശിവഗിരി വർണ്ണന, ഗുരു വർണ്ണന. അതായത് ഗുരു തൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു എന്ന വിധത്തിലാണ് ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ വർക്കല എന്ന് പറയുന്ന മനോഹരമായ ദേശത്തെ സ്വാമി വർണ്ണിച്ചിരിക്കുകയാണ്. അതിനുശേഷം
ആ വർക്കലയ്ക്ക് രത്നമകുടമായി ശോഭിക്കുന്ന ശിവഗിരിയെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഭ്രാജിഷ്ണു അധൗതപാദൻ ഭക്താനന്ദ പ്രവർദ്ധനൻ, ഭക്തന്മാർക്ക് ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവനുമായിട്ടുള്ള മനോഹരമായ ഒരു കുന്ന്, അതിനെ ശിവഗിരി എന്നാണ് പേര്. ആ ശിവഗിരി കുന്നിലെ തീന്മാവിൻ്റെ ചുവട്ടിൽ ശ്രീനാരായണ ഗുരു വിശ്രമിക്കുന്നു, ഇരിക്കുന്നു. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം, അങ്ങനെയാണ് ഗുരുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഭക്തവത്സലനായ ഗുരു വിശ്രമിക്കുകയാണ്. ഗുരുവിനെ അഭിമുഖീകരിച്ച് അഭിമുഖമായിട്ട് ഗുരുവിൻ്റെ ബോധാനന്ദ സ്വാമി തുടങ്ങിയ ശിഷ്യന്മാർ ഇരിക്കുന്നുണ്ട്. ബോധാനന്ദ സ്വാമി തുടങ്ങിയ ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് ഗുരു മറുപടി നൽകുന്നു. ഈ ഒരു വർണ്ണന അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മത്തെ ഒരു കഥയാക്കി എങ്ങനെയാണോ ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് ഒരുക്കി ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു ചിത്രം വരച്ചിടാനാണ് ഇവിടെ സ്വാമി ശ്രദ്ധിച്ചിട്ടുള്ളത്. പിന്നീട് അടുത്ത സർഗത്തിൽ തീർച്ചയായിട്ടും പറയുന്നത് ഇതൊരു ധർമ്മോപദേശ ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്ന് വിവേചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ അധർമ്മത്തിൽ നിന്ന് നമുക്ക് ധർമ്മത്തെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സർഗത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ധർമ്മ അധർമ്മ വിവേചനം, ധർമ്മമേത് അധർമ്മമേത് എന്ന് വിവേചിച്ച് ഗുരു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അധർമ്മം വിളയാടിയിരുന്നത് ജാതി മത ദൈവ ഭേദചിന്തയുടെ പേരിലായിരുന്നു എന്ന് നമുക്കറിയാം അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ സർഗത്തിനുള്ളിൽ സ്വാമി തൃപാദങ്ങൾ ഉപദേശിച്ച് നൽകുന്നത് ജാതി എന്താണെന്നും മതം എന്താണെന്നും ദൈവം എന്താണെന്നും നമുക്ക് കൃത്യമായിട്ട് നിർവചിച്ചു തരികയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് മൂന്നാമത്തെ സർഗത്തിൽ സാമാന്യമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൽ 5 ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെ നമ്മൾ പഞ്ചധർമ്മം എന്ന് വിളിക്കും അല്ലേ. അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അഹിംസ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാതിരിക്കുക ആണോ? അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിംസിക്കാതിരിക്കുക എന്നാണ്. ഹിംസിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവികളെ കൊല്ലാതിരിക്കുക എന്ന് മാത്രമാണോ? തിന്നാതിരിക്കുക അങ്ങനെ കൂടി പറയുന്നില്ലേ ഗുരു? എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം, കൊല്ലുന്നതുമിങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. അപ്പോൾ കൊല്ലാതിരിക്കുക, തിന്നാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഹിംസിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ജീവിയെ നോക്കുന്നത് പോലും അഹിംസയിൽ പെടും എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? സത്യം അല്ലേ. പിന്നെ അസ്തേയം എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്തേയം എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷ്ടിക്കാതിരിക്കുക. ആഗ്രഹത്തോടു കൂടി അന്യൻ്റെ മുതലിനെ നോക്കുന്നത് പോലും മോഷണത്തിൽ പെടും എന്നാണ് മഹാഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ നമുക്ക് ഉപദേശിച്ച് നൽകുന്നത്. പിന്നെ എന്താണ്? അവ്യഭിചാരം. അതായത് സ്ത്രീക്കും പുരുഷനും കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഒരു സ്ത്രീയെയോ പുരുഷനെയോ അല്ലാതെ മോശമായ ഉദ്ദേശത്തോടു കൂടി ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുന്നതോ സ്ത്രീ മറ്റൊരു അന്യപുരുഷനെ നോക്കുന്നതോ പോലും വ്യഭിചാരത്തിൽ പെടും എന്നാണ് സ്വാമി പറയുന്നത്. പിന്നെ ഉള്ളത് മദ്യവർജനം. ശ്രീനാരായണ ഗുരു തൻ്റെ ദർശനം അവതരിപ്പിച്ചപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരു കാര്യം, ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അതിനുള്ളിൽ മുന്നോട്ട് വരുന്ന എല്ലാ സർഗങ്ങളിലും സ്വാമി തൃപാദങ്ങൾ ഈ മദ്യവർജനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 8ാം സർഗത്തിലേക്ക് വരുമ്പോൾ മഹാഗുരു നമ്മളോട് പറയും, മദ്യപാനിയെ അവൻ്റെ സമൂഹം, അവനുൾപ്പെടുന്ന സമൂഹം, അവൻ്റെ അച്ഛൻ, അമ്മ, കുട്ടികൾ എന്നു വേണ്ട ഈശ്വരൻ പോലും വെറുക്കുന്നു എന്ന് സ്വാമി പറയുന്നുണ്ട്.
ഒരിക്കൽ തൃപ്പാദങ്ങൾ നടന്ന് പോകുന്ന വഴിയിൽ കൂടി ഒരാൾ കള്ളും കുടവും ചുമന്നുകൊണ്ട് നടന്ന് വന്നപ്പോൾ തൃപ്പാദങ്ങൾ അങ്ങനെയൊന്നും ആരോടും ദേഷ്യപ്പെടാറില്ല. പക്ഷെ ദേഷ്യത്തോടു കൂടി തന്നെ തൃപ്പാദങ്ങൾ പറയുകയാണ്, നമുക്കത് തല്ലി പൊട്ടിക്കാൻ തോന്നുന്നു എന്ന്. അത്രയധികം സ്വാമി തൃപ്പാദങ്ങൾ എതിർത്തിരുന്ന ഒരു കാര്യമാണ് മദ്യം. അതുകൊണ്ട് ഈ മദ്യത്തിൻ്റെ ഗണത്തിൽ എല്ലാ ലഹരി പദാർത്ഥങ്ങളും പെടുമെന്നും തൃപ്പാദങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കള്ള്, കറുപ്പ്, കഞ്ചാവ് തുടങ്ങി ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാക്കുന്നതെല്ലാം മദ്യത്തിൻ്റെ ഗണത്തിലാണ് പെടുന്നത്. അതുകൊണ്ട് അത് നിശ്ചയമായും വർജിക്കണം എന്ന് പറയുന്നു. പിന്നെ വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ശരീരശുദ്ധി, ഗൃഹശുദ്ധി എന്നിങ്ങനെയുള്ള 5 ശുദ്ധികളെക്കുറിച്ചുകൂടി സ്വാമി തൃപ്പാദങ്ങൾ ഈ 3-ാമത്തെ സർഗത്തിൽ നമുക്ക് ഉപദേശിച്ച് തരുന്നു.